റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. ഗ്രാമാന്തരീക്ഷത്തിലെ അമ്മ മുഖമായിരുന്നു അഭ്രപാളികളിലെ മീന ഗണേഷിന്റെ ഹൈലൈറ്റുകൾ. നിർധന കുടുംബ പശ്ചാത്തലമുള്ള സിനിമകളിലെ കുടുംബിനിയും അമ്മയും മുത്തശ്ശിയും എല്ലാമായി നിറഞ്ഞു നിന്ന താരം പ്രായാധിക്യത്തിലും സിനിമയെയും സീരിയലിനെയുമെല്ലാം നെഞ്ചോട് ചേർത്തിരുന്നു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗറിലെ മനോജ് വിഹാറിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും സിനിമയും സീരിയലും കാണുമായിരുന്നു അന്തരിച്ച മീന ഗണേഷ്. നാടകത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ അമ്മ കഥാപാത്രമായി തന്നെ മീന ഗണേഷ് മരണം വരെ അറിയപ്പെട്ടു. അഭിനയിച്ചു തീർത്ത ഓരോ കഥാപാത്രങ്ങൾക്കും മീന തൻ്റേതായൊരു ശൈലി കൊണ്ടുവരാനും ശ്രമിച്ചിരുന്നതായി സിനിമാ പ്രവർത്തകർ പറയുന്നു. നന്ദനം സിനിമയിലെ 3 അമ്മ കഥാപാത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ വേഷം ചെയ്തു. പതിറ്റാണ്ടുകാലം മലയാള നാടകവേദിയിൽ ഉജ്ജ്വലമാർന്ന അഭിനയം കാഴ്ചവെച്ച മീന തൻ്റെ പല കഥാപാത്രങ്ങൾക്കും ഭാഷാപരമായ സവിശേഷത പകർന്നു. ഏറനാടൻ, വള്ളുവനാടൻ, കോഴിക്കോടൻ, മുസ്ലിം, കുംഭാര ഭാഷയടക്കം പ്രാദേശിക ഭാഷാ വകഭേദങ്ങളെ നാടകത്തിലും സിനിമയിലും പറഞ്ഞു ഫലിപ്പിക്കുന്നതിൽ വിജയിച്ച നടി കൂടിയാണ് മീന ഗണേഷ്. നാടകവേദികളിലൂടെ സിനിമയിലെത്തിയ അഭിനയ പ്രതിഭ കൂടിയാണ് മീന ഗണേഷ്. ഭർത്താവ് AN ഗണേഷിൻ്റെ എണ്ണമറ്റ നാടകങ്ങൾക്ക് പുറമെ KT മുഹമ്മദ്, ഇബ്രാഹിം വേങ്ങര എന്നിവരുടെ മികച്ച കഥാപാത്രങ്ങൾക്കും നാടകവേദിയിൽ ജീവൻ നൽകി. ബാലൻ K നായർ, തിലകൻ, ഫിലോമിന എന്നിവർക്കൊപ്പവും നാടകരംഗത്ത് പ്രവർത്തിച്ചു. നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് 70കളിൽ മീന എത്തി. നാടകവും സിനിമയും ഒരുപോലെ കാത്തു സൂക്ഷിച്ച മീനയ്ക്ക് വേദികളും സജീവമായിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, മീശ മാധവൻ, നന്ദനം തുടങ്ങിയ സിനിമകളിലെ അമ്മ കഥാപാത്രങ്ങൾ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടി. കലാഭവൻ മണിയുടെ സിനിമകളിൽ സ്ഥിരം അമ്മ വേഷം ചെയ്തതോടെ പ്രേക്ഷകർക്കിടയിൽ മണിയുടെ അമ്മ എന്ന വിശേഷണവും ഉണ്ടായിരുന്നു. അനാരോഗ്യവും മറ്റും വകവയ്ക്കാതെ അവസാന കാലം വരെ അഭിനയത്തോട് ആവേശം പ്രകടിപ്പിച്ചു. പല സീരിയലുകളിലും വേഷമിട്ടതും രോഗാവസ്ഥയിലായിരുന്നു. മകൻ സീരിയൽ സംവിധായകനായതോടെ തിരുവനന്തപുരത്തായതോടെ വീട്ടിൽ മീന തനിച്ചായിരുന്നു താമസം. പ്രായമായതോടെ സാമ്പത്തികമായ പ്രതിസന്ധികളും നേരിട്ടിരുന്നു എന്ന് സമീപവാസിയായ കൗൺസിലർ KM ലത പറയുന്നു. ഇവരും കുടുംബവുമായിരുന്നു തനിച്ചായിരിക്കുമ്പോഴെല്ലാം മീന ഗണേഷിന് തുണയായിരുന്നത്. ഒടുവിൽ ബോധരഹിതയായി വീട്ടിൽ കിടന്നപ്പോഴും ലതയാണ് ആശുപത്രിയിലെത്തിച്ചത്. ഒടുവിൽ മീന എന്ന സിനിമയിൽ അഭിനയിച്ച് മീന ഗണേഷ് സിനിമയിൽ നിന്നും ജീവിതത്തിൽ നിന്നും അരങ്ങൊഴിഞ്ഞു. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക. ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ.